റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു നേർച്ചൻ്റെ ചർച്ചയുണ്ട്. നബിയെ ജാഹിലിയത്തിൽ ഞാൻ മസ്ജിദുൽ ഹറമിൽ ഇഅ്തികാഫ് ഇരിക്കണമെന്ന് നേർച്ചയാക്കിയിട്ടുണ്ട്, അതിന് ഞാൻ ചെയ്യേണ്ടതുണ്ടോയെന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ചെയ്യണം, കാരണം അള്ളാഹ്ക്ക് വേണ്ടി നേർച്ചയാക്കിയതാണ്. ഇനി ഫിഖ്ഹിലും ഹദീസിലൊക്കെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഒരാളിനിപ്പോൾ ഒരു അറിവില്ലാത്തൊരു കാര്യം നേർച്ചയാക്കി, ആ നേർച്ചയാക്കിയ കാര്യം അത് ഇസ്ലാമിനെതിരാണെന്ന് ബോധ്യപ്പെട്ട എന്തായിക്കൊള്ളണം, ഉടനെ അതിൽ നിന്ന് പിന്തിരിയണം എന്നാണ്. പിന്നെ മാത്രമല്ല ഫക്കഫിർ, എന്നിട്ട് എന്താക്കും വേണം, നേർച്ചയാക്കി എന്നുള്ള നിലക്ക് കഫാറത്ത് കൊടുക്കണം. അതെ. അപ്പോൾ ഈ നിലക്ക് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നേർച്ച എന്നുള്ളത് ഒരു ആഗ്രഹ സഫലീകരണത്തിനുള്ള വഴിയല്ല. ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ എന്താക്കേണ്ടത്, ഇവരൊക്കെ നേർച്ചകളിലൂടെ പറയേണ്ടത്. അത് തികച്ച ഇബാദത്താണ്, അള്ളാൻ്റെ നിന്ന് കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ പരലോകത്ത് നിന്ന് കൂലി പ്രതീക്ഷിക്കേണ്ട കാര്യത്തിന് ദുനിയാവിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് അത് ഷിർക്കിൻ്റെ മറ്റൊരു വഴിയാണ്. അള്ളാഹ് കൂലി തരേണ്ട കാര്യത്തിന് ദുനിയാവ് ആഗ്രഹിക്കുക എന്നുള്ളത് അത് വേറെ ചർച്ചയാണ്. അപ്പോൾ പല നിലക്കും എന്താകുന്നുണ്ട്, ഈ ഇത്തരം നേർച്ചകളിൽ ഷിർക്ക് വരുന്നുണ്ട്. ഒന്ന്, അള്ളാഹു അല്ലാത്തവരിലേക്ക് ഇബാദത്ത് തിരിക്കുന്നു എന്നുള്ള നിലക്കുള്ള ഷിർക്ക് വരുന്നു. രണ്ട്, പരലോകത്തിൻ്റെ കൂലി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നൊരു കാര്യം അതിനെ കൊണ്ട് ദുനിയാവിനെ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഇത്തരം നേർച്ചകളിലുണ്ട് എന്നുള്ളതാണ്. സത്യത്തിലിപ്പോൾ ഈ പറഞ്ഞ പല ഔലിയാക്കളൊക്കെ പേര് പറഞ്ഞു, അള്ളാഹു ആലം വലികളാണോ അല്ല എന്നുള്ള അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരൊക്കെ ജീവിച്ച ജീവിതത്തിൻ്റെ കോലം നോക്കുമ്പോൾ നെഹ്നു നെഹ്ക്കും അലല്ലാഹിർ, ഒരു തഖ്വയില്ലാതെ എന്താണ് പറയുക മുന്നോട്ട് പോയ മനുഷ്യന്മാരാണ്. മഴ പെയ്യിക്കാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം തുണി പൊന്തിച്ച ആളാണ് കോയപ്പാപ്പ. മൂപ്പർക്ക് കോഴിമുട്ടയും പഞ്ചസാരയും പാലും അല്ല പഴമാണ് കൊടുക്കാൻ പറഞ്ഞത്. അത് അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് കോഴിമുട്ടയും പഞ്ചസാരയും പാലും കൊടുത്തിങ്ങനെ ഒരു പച്ചക്കറിലുള്ള ജീവിക്ക് തിന്നാൻ കൊടുത്ത കൂലി എന്നുള്ള സ്വതക്കൻ്റെ കൂലി ഇട്ടായിരുന്നു. ഇതിപ്പോൾ അയാൾ നേരത്തെ കുഞ്ഞിത് മന്ത്രി പറഞ്ഞ റഹിമുള്ള പറഞ്ഞ പോലെ ആ പേരും പറഞ്ഞ വേറെ ആരോട് എന്താക്കുന്നുണ്ട്, ഇതൊരു ബിസിനസ്സാണ്. ആ ബിസിനസ് റസൂലുള്ളാഹിനെ നമുക്കത് ബോധ്യപ്പെടുന്ന സംഭവമാണ് എന്ത്, പിഷ്കന്മാരെ പോക്കറ്റിൽ നിന്ന് പൈസ ഇറക്കാനുള്ള നല്ലൊരു പണി. ഇതിലേറെ ഇതിലൊന്നും നടക്കുന്നില്ല എന്നുള്ള.